അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. ഈ ആണുങ്ങൾക്ക് മാത്രം എന്താ ഇത്ര അധികം നെറ്റ് കെയറിലും ഹെയർ ലോസ് ഒക്കെ ഉണ്ടാവണേ? ആണുങ്ങളുടെ ഹെയർ ലോസിന്റെ മേജർ റീസൺസ് തന്നെ ഡിഫറെന്റ് ആണ്. സ്കാൽപ്പിലുള്ള 5 ആൽഫ റിഡക്ടേസ് എന്ന എൻസൈം നിങ്ങളുടെ ഹോർമോണുമായി ചേർന്ന് ഹെയർ ഫോളിക്കിൾസിനെ ചുരുക്കുന്നു. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ മെൻ യൂസ് ചെയ്യൂ. പുരുഷന്മാർക്ക് വേണ്ടി ബയോടെക്നോളജി പ്രകാരം പ്രത്യേകം ഡെവലപ്പ് ചെയ്തത്. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജനുവരി 1 ബുധനാഴ്ച. പുതുവർഷം പിറന്നു. 2025 പ്രതീക്ഷയോടെ വരവേറ്റ് ലോകം. ഏവർക്കും ഡെയിലി ന്യൂസിന്റെ പുതുവത്സരാശംസകൾ. പുതുവത്സര ദിനത്തിൽ ആശംസകളുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ജാതിമത വർഗഭേദമന്യേ എല്ലാവരും ഒത്തൊരുമിക്കുന്നു എന്നതാണ് പുതുവർഷത്തിന്റെ പ്രത്യേകതയെന്നും അതുതന്നെയാണ് ആ ദിനം പകരുന്ന മഹത്തായ സന്ദേശമെന്നും ആശംസാക്കുറിപ്പിലൂടെ മുഖ്യമന്ത്രി അറിയിച്ചു. ലോകമെമ്പാടുമുള്ള കേരളീയർക്ക് പുതുവത്സരാശംസകൾ നേർന്ന് സ്ഥാനമൊഴിഞ്ഞ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഐക്യവും സുരക്ഷിതത്വബോധവും ശക്തിപ്പെടുത്തിയും ചിന്തയിലും പ്രവൃത്തിയിലുമുള്ള ഒരുമയിലൂടെയും നമ്മുടെ പ്രിയപ്പെട്ട സംസ്ഥാനം വർദ്ധിച്ച പുരോഗതിയും സമൃദ്ധിയും കൈവരിക്കുന്ന വർഷമാകട്ടെ 2025 എന്ന് ആശംസിക്കുന്നുവെന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ സന്ദേശത്തിൽ പറഞ്ഞു. മലയാള ഭാഷാ പ്രതിജ്ഞ നമുക്കായി തയ്യാറാക്കി തന്ന വ്യക്തിയും തുഞ്ചൻ പറമ്പിനെ ലോകത്തെങ്ങുമുള്ള സാഹിത്യകാരന്മാരുടെ തീർത്ഥാടന കേന്ദ്രമാക്കി വളർത്തിയ വ്യക്തിയുമാണ് MT എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. MT വാസുദേവൻ നായർ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. എല്ലാവരെയും പോലെ താനും ഏറെ വേദനയോടെയാണ് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നതെന്നും MT ആരായിരുന്നു എന്ന് ചിന്തിക്കാനുള്ള ഘട്ടമാണിതെന്നും മുഖ്യമന്ത്രി അനുസ്മരണ പ്രസംഗത്തിൽ പറഞ്ഞു. ഗുരുദേവൻ സനാതനധർമ്മിയല്ലെന്നുള്ള പിണറായി വിജയന്റെ പ്രസ്താവന വിവരക്കേടാണെന്നും ശ്രീനാരായണ ഗുരുവിന്റെ സന്നിധിയിൽ പോയി സനാതനധർമ്മത്തെ വിമർശിക്കുന്ന പിണറായി വിജയന്റെ നിലപാട് അപക്വവും മുതിർന്ന രാഷ്ട്രീയ നേതാവിനും മുഖ്യമന്ത്രി പദവിക്കും യോജിച്ചതല്ലെന്നും BJP സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ. മറ്റ് യുക്തിവാദികൾ ചെയ്യുന്നതുപോലെ ഖുറാനെ വിമർശിക്കാൻ പിണറായി വിജയൻ തയ്യാറാകുമോ എന്നും അദ്ദേഹം ചോദിച്ചു. ഉമ്മ തോമസ് MLAക്കുണ്ടായ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ചീഫ് സെക്രട്ടറിക്ക് പരാതി നൽകി ഡെമോക്രാറ്റിക് ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ഫോറം. അതിഗുരുതരമായ സുരക്ഷാ വീഴ്ചയാണ് ഉണ്ടായതെന്നും തികഞ്ഞ ലാഘവത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചതെന്നും പ്രസിഡന്റ് ഡിജോ കാപ്പൻ പരാതിയിൽ ആരോപിക്കുന്നു. ഉത്തരവാദികൾക്കെതിരെ മാതൃകാപരമായ ശിക്ഷ നടപ്പാക്കണമെന്നും ചീഫ് സെക്രട്ടറിക്കുള്ള പരാതിയിൽ പറയുന്നു. മെഗാ ഇവന്റ് സംഘടിപ്പിക്കുമ്പോൾ മുൻകരുതൽ സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പാക്കേണ്ട ബാധ്യത ഉദ്യോഗസ്ഥർക്കും GCDAയ്ക്കും ഉണ്ടായിരുന്നുവെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. പരിപാടിയുടെ സംഘാടനത്തിൽ പിഴവ് ഉണ്ടായെന്നും സമഗ്രമായ അന്വേഷണം വേണമെന്നും ഇനിയും ഇങ്ങനെയുള്ള സംഭവങ്ങൾ കേരളത്തിൽ ഉണ്ടാകരുതെന്നും ചെന്നിത്തല പറഞ്ഞു. കലൂർ സ്റ്റേഡിയത്തിൽ നടന്ന മൃദംഗ വിഷന്റെ മെഗാ നൃത്ത പരിപാടിയുടെ സംഘാടകരുമായി ഉണ്ടാക്കിയത് വാണിജ്യ ഇടപാട് മാത്രമാണെന്നും വിവാദങ്ങളിലേക്ക് വലിച്ചിഴക്കരുതെന്നും കല്യാൺ സിൽക്സ്. മൃദംഗനാഥം പരിപാടിയുടെ സംഘാടകർ 12,500 സാരിയുടെ ഓർഡറാണ് നൽകിയതെന്നും പ്രസ്തുത പരിപാടിക്ക് വേണ്ടി മാത്രം കുറഞ്ഞ സമയത്തിനുള്ളിൽ ഡിസൈൻ ചെയ്ത ഓരോ സാരിക്കും 390 രൂപ വീതമാണ് വാങ്ങിയതെന്നും എന്നാൽ പിന്നീടാണ് സംഘാടകർ ഒരു സാരിക്ക് 1,600 രൂപ വീതമാണ് ഈടാക്കിയതെന്നും അറിയുന്നതെന്നും കല്യാൺ സിൽക്സ് വിശദീകരിച്ചു. എറണാകുളം കലൂർ സ്റ്റേഡിയത്തിൽ MLA ഉമ്മ തോമസിന് അപകടമുണ്ടാക്കിയ സംഭവവുമായി ബന്ധപ്പെട്ട് എടുത്ത കേസിൽ അറസ്റ്റിലായ 3 പ്രതികൾക്ക് ഇടക്കാല ജാമ്യം. മൃദംഗ വിഷൻ CEO ഷമീർ, ഈവന്റ് കമ്പനി മാനേജർ കൃഷ്ണകുമാർ, ബെന്നി എന്നിവർക്കാണ് ഇടക്കാല ജാമ്യം ലഭിച്ചത്. പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ ശിക്ഷാവിധി വരാനിരിക്കെ കൊല്ലപ്പെട്ട ശരത് ലാലിനെയും കൃപേഷിനെയും സാമൂഹിക മാധ്യമങ്ങളിലൂടെ മോശമായി ചിത്രീകരിക്കുന്നതിനെതിരെ CPM ഉദുമ ഏരിയ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർക്കെതിരെ പരാതിയുമായി കുടുംബാംഗങ്ങൾ. CPM ഉദുമ ഏരിയ സെക്രട്ടറി മധു മുതിയാക്കൽ, അഖിൽ പുലിക്കോടൻ എന്നിവർക്കെതിരെ ശരത് ലാലിന്റെ പിതാവ് സത്യനാരായണനും കൃപേഷിന്റെ പിതാവ് കൃഷ്ണനുമാണ് പരാതി നൽകിയത്. സംസ്ഥാനത്തെ പോലീസിൽ വൻ അഴിച്ചുപണി. തിരുവനന്തപുരം കമ്മീഷണർ സ്പർജൻ കുമാർ IPSനെ ഇന്റലിജൻസ് IG-ആയി നിയമിച്ചു. ആഭ്യന്തര സുരക്ഷ IG ചുമതലയും അദ്ദേഹത്തിനായിരിക്കും. ഉത്തരമേഖല IG ആയിരുന്ന K. സേതുരാമൻ IPSനെ പോലീസ് അക്കാദമി ഡയറക്ടറായി നിയമിച്ചു.
പകരം രാജ്പാൽ മീണ IPS ആണ് ഉത്തരമേഖല IG. ജെ ജയനാഥ് IPSന് മനുഷ്യാവകാശ കമ്മീഷൻ IG-ആയി നിയമനം നൽകി. കാളിരാജ് മഹേഷ് കുമാർ IPSനെ ഗതാഗത സുരക്ഷ IG-ആയി ചുമതലപ്പെടുത്തി. S സതീഷ് ബിനോ IPS ആണ് പുതിയ എറണാകുളം റേഞ്ച് DIG. തൃശൂർ റേഞ്ച് DIG ആയിരുന്ന തോംസൺ ജോസ് IPSന് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറായി നിയമനം നൽകി. യതീഷ് ചന്ദ്ര GH IPSനെ കണ്ണൂർ റേഞ്ച് DIG ആയും ഹരിശങ്കർ IPSന് തൃശൂർ റേഞ്ച് DIG ആയും സ്ഥാനക്കയറ്റം നൽകി. K കാർത്തിക് IPSന് വിജിലൻസ് DIG ആയി സ്ഥാനക്കയറ്റം ലഭിച്ചു. വിജിലൻസ് ഹെഡ്ക്വാർട്ടേഴ്സ് IG ചുമതലയും ഇദ്ദേഹത്തിനാണ്. നാരായണൻ T IPSന് DIG ആയും കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണറായും സ്ഥാനക്കയറ്റം നൽകി. കട്ടപ്പനയിൽ ആത്മഹത്യ ചെയ്ത നിക്ഷേപകൻ സാബു തോമസിനെ കുറിച്ച് നടത്തിയ പരാമർശം നിഷേധിച്ച് MM മണി. സാബുവിന് മാനസികാരോഗ്യ പ്രശ്നം ഉണ്ടെന്ന് താൻ പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞ MM മണി എന്തെങ്കിലും പ്രശ്നങ്ങൾ അലട്ടിയിരുന്നോ എന്ന് പരിശോധിക്കണമെന്നും പറഞ്ഞു. നിലപാടിൽ മാറ്റമില്ലെന്ന് പറഞ്ഞ MM മണി VR സജിക്ക് തെറ്റുപറ്റിയെന്ന കാര്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും കൂട്ടിച്ചേർത്തു. ശബരിമല ദർശനത്തിനായി കാനനപാത വഴി വരുന്ന ഭക്തർക്ക് നൽകുന്ന പ്രത്യേക പാസ് നിർത്തലാക്കി. വർദ്ധിച്ചുവരുന്ന തിരക്ക് പരിഗണിച്ചാണ് ദേവസ്വം ബോർഡിന്റെ തീരുമാനം. ഇന്നലെ പ്രതീക്ഷിച്ചതിലും 5 ഇരട്ടി ആളുകളാണ് കാനനപാത വഴി എത്തിയതെന്നും ഈ സാഹചര്യത്തിൽ പ്രത്യേക പാസ് താൽക്കാലികമായി മാത്രമാണ് നിർത്തലാക്കുന്നതെന്നും ദേവസ്വം ബോർഡ് അറിയിച്ചു. EP ജയരാജന്റെ ആത്മകഥാ വിവാദത്തിൽ DC ബുക്സിന്റെ മുൻ പബ്ലിക്കേഷൻ മേധാവി AV ശ്രീകുമാറിനെ 1-ാം പ്രതിയാക്കി പോലീസ് കേസെടുത്തു. BNS 316, 318, IT ആക്ട് 79 തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കുന്നതിന് സന്നദ്ധത അറിയിച്ചവരുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് കൂടിക്കാഴ്ച തുടങ്ങും. 50 വീടുകളിൽ കൂടുതൽ നിർമ്മിക്കാമെന്ന് വാഗ്ദാനം ചെയ്തവരെയാണ് ആദ്യഘട്ടത്തിൽ മുഖ്യമന്ത്രി കാണുന്നത്. കർണാടക സർക്കാരിന്റെയും രാഹുൽ ഗാന്ധിയുടെയും പ്രതിനിധികൾ യോഗത്തിന് എത്തും. മുസ്ലിം ലീഗ്, DYFI സംഘടനകളെയും കൂടിക്കാഴ്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. ആലപ്പുഴ എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ PK ജയരാജനെ സ്ഥലം മാറ്റിയ സംഭവത്തിൽ പ്രതികരണവുമായി മന്ത്രി MB രാജേഷ്. എക്സൈസ് കമ്മീഷണറുടെ സ്ഥലം മാറ്റം പ്രമോഷൻ ട്രാൻസ്ഫർ ആണെന്ന് MB രാജേഷ് പറഞ്ഞു. വാർത്ത വന്നത് ദുരുദ്ദേശത്തോടെയാണെന്നും എല്ലാറ്റിനും അതിരും പരിധിയുമുണ്ടെന്നും MB രാജേഷ് പറഞ്ഞു. സ്കൂളുകളിലെ പഠനയാത്രയിൽ വിദ്യാർത്ഥികൾക്ക് അകമ്പടിയായി പോകുന്ന അധ്യാപകരുടെയും PTA അംഗങ്ങളുടെയും യാത്രാ ചെലവ് കുട്ടികളിൽ നിന്ന് ഈടാക്കാൻ പാടില്ലെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സർക്കുലർ. പഠനയാത്രകൾക്ക് എല്ലാ കുട്ടികൾക്കും പ്രാപ്യമായ രീതിയിൽ തുക നിശ്ചയിക്കേണ്ടതാണെന്നും പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ ഷാനവാസ് S ഒപ്പിട്ട സർക്കുലർ വ്യക്തമാക്കുന്നു. KSRTC റോയൽ വ്യൂ ഡബിൾ ഡക്കർ ബസിന്റെ സർവീസ് ഗതാഗത വകുപ്പ് മന്ത്രി KP ഗണേഷ് കുമാർ ഫ്ളാഗ് ഓഫ് ചെയ്തു. കേരളത്തിലെ ജനങ്ങൾക്കുള്ള പുതുവത്സര സമ്മാനമാണ് പുതിയ ബസ് എന്ന് മന്ത്രി പറഞ്ഞു. കരിപ്പൂർ വിമാനത്താവള വികസനത്തിന്റെ മാസ്റ്റർ പ്ലാനിന് സർക്കാർ അംഗീകാരം ലഭിക്കുന്നതുവരെ കെട്ടിട നിർമ്മാണത്തിനുള്ള NOC നൽകാമെന്ന് മന്ത്രി V അബ്ദുറഹ്മാൻ. സർക്കാർ അംഗീകാരം ആകുന്നതിനു മുമ്പ് NOC നിഷേധിക്കേണ്ടതില്ലെന്നും ഇക്കാര്യത്തിൽ തീരുമാനം സർക്കാർ തലത്തിൽ കൈക്കൊണ്ട് അറിയിക്കുമെന്നും വിമാനത്താവള വികസനവുമായി ബന്ധപ്പെട്ട് കളക്ടറുടെ ചേംബറിൽ വിളിച്ചു ചേർത്ത യോഗത്തിൽ മന്ത്രി പറഞ്ഞു. മോൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങണ്ടേ? ഷോപ്പിൽ കൊണ്ടുപോയി ഇഷ്ടമുള്ളത് വാങ്ങി കൊടുക്കാം. അപ്പൊ ഏട്ടൻ വരുന്നുണ്ടോ? ഗിഫ്റ്റ് കാർഡ് വരും. അതെ, ഓരോ ചിട്ടിയിലും ഒരാൾക്ക് 5000 രൂപയുടെ ഗിഫ്റ്റ് കാർഡ് സമ്മാനം. മെഗാ സമ്മാനമാണെങ്കിലോ പുതുപുത്തൻ ബെൻസ് കാർ. 2ാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17 ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്ര തിളക്കവുമായി KSFP ഗാലക്സി ചിട്ടികൾ. അണ്ണാ സർവകലാശാല ബലാത്സംഗ കേസിൽ ചെന്നൈ പോലീസിന്റെ വാദം പിന്തുണച്ച് കേന്ദ്ര സർക്കാർ സ്ഥാപനമായ നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെന്റർ അതിക്രമത്തിന് ഇരയായ പെൺകുട്ടിയുടെ വ്യക്തിവിവരങ്ങൾ അടങ്ങിയ FIR ചോർന്നതിന് കാരണം സാങ്കേതിക തകരാറാകാമെന്ന് NICയും അറിയിച്ചു. വിവേകാനന്ദ പാറയെയും തിരുവള്ളുവർ പ്രതിമയെയും ബന്ധിപ്പിച്ച് നിർമ്മിച്ച പുതിയ ഗ്ലാസ് ബ്രിഡ്ജ് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ഉദ്ഘാടനം ചെയ്തു. താഴെ കടലിന്റെ മനോഹാരിത ആസ്വദിക്കാൻ സാധിക്കുന്ന തരത്തിൽ മികച്ച ദൃശ്യാനുഭവം നൽകുന്ന രീതിയിലാണ് പാലത്തിന്റെ നിർമ്മിതി. വില്ലിന്റെ രൂപത്തിൽ നിർമ്മിച്ച പാലത്തിന്റെ വീഡിയോ സ്റ്റാലിൻ തന്നെ Xൽ പങ്കുവച്ചു. മണിപ്പൂരിനെ പിടിച്ചുകുലുക്കിയ വംശീയ അക്രമങ്ങളിൽ സംസ്ഥാനത്തെ ജനങ്ങളോട് പുതുവത്സര തലേന്ന് ഖേദം പ്രകടിപ്പിച്ച് മുഖ്യമന്ത്രി N ബീരൻ സിംഗ്. ഈ വർഷം മുഴുവൻ ദൗർഭാഗ്യകരമായിരുന്നുവെന്നും അതിൽ തനിക്ക് ഖേദമുണ്ടെന്നും ജനങ്ങളോട് ക്ഷമ ചോദിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും ബിരൻ സിംഗ് പറഞ്ഞു. അതേസമയം ലോകവും രാജ്യവും ചുറ്റിക്കറങ്ങുന്ന പ്രധാനമന്ത്രിക്ക് എന്തുകൊണ്ടാണ് മണിപ്പൂരിൽ പോയി മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ മാപ്പ് പറയാനാകാത്തതെന്ന് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശ് ചോദിച്ചു.
നല്ല സംഭാഷണങ്ങൾ നടക്കുന്ന കുടുംബങ്ങൾ മാത്രമാണ് മാതൃകാ കുടുംബങ്ങളെന്നും മൊബൈൽ ഫോണുകൾ മാറ്റിവെച്ച് കുടുംബാംഗങ്ങൾ പരസ്പരം സംസാരിക്കണമെന്നും ആഹ്വാനം ചെയ്ത് ഫ്രാൻസിസ് മാർപ്പാപ്പ. ഭക്ഷണം കഴിക്കുമ്പോഴും മറ്റും ഫോണിൽ നോക്കിയിരിക്കാതെ കുടുംബാംഗങ്ങൾ തുറന്നു സംസാരിക്കണമെന്നും സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ വിശ്വാസികളെ അഭിസംബോധന ചെയ്യവേ മാർപ്പാപ്പ പറഞ്ഞു. സന്തോഷ് ട്രോഫിയിൽ ബംഗാളിന് 33ാം കിരീടം. ഇന്നലെ നടന്ന ഫൈനലിൽ എക്സ്ട്രാ ടൈമിൽ നേടിയ ഒരു ഗോളിന് കേരളത്തെ തോൽപ്പിച്ചാണ് ബംഗാൾ കിരീടത്തിൽ മുത്തമിട്ടത്. നിശ്ചിത സമയത്ത് ഗോൾ രഹിത സമനിലയിലായതോടെയാണ് മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് നീങ്ങിയത്. ഈ ടൂർണമെന്റിലെ ടോപ്പ് സ്കോററായ റോബിൻ ഹൻസ്ദയാണ് ബംഗാളിന്റെ വിജയ ഗോൾ നേടിയത്. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസ് ലൈവ് .in വാർത്തകൾ വിരൽ തുമ്പിൽ.